അതേപോലെ എന്തുവാണ് കൊടുങ്ങല്ലൂർ സംഭവിച്ചത്? അവിടെയും BJP-യുടെ ശരിക്കും സീറ്റുകൾ പോയെന്ന് പറയുന്നത് കേട്ടു. കൊടുങ്ങല്ലൂരിലും BJP-ക്ക് വലിയ രീതിയിലുള്ള നഷ്ടമാണ് ഇപ്പോഴും സംഭവിച്ചിരിക്കുന്നത്. തൃശ്ശൂർ ജില്ലയിൽ വേണ്ടത്ര രീതിയിലുള്ള ഒരു നേട്ടം ഉണ്ടാക്കാൻ BJP-ക്ക് സാധിച്ചിട്ടില്ല. കൃഷി ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പം ഈ കരുണാകരൻ്റെ മോള് പത്മജ, അതേപോലെ മറ്റുള്ളവരൊക്കെ തൃശ്ശൂർ കോൺസ്റ്റിറ്റ്യുവൻസി BJP-യുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കാൻ വേണ്ടി അവർ മത്സരിക്കുക. ആ സന്ദർഭത്തിലാണ് ഈ സെറ്റ് ബാക്ക് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്താണ് ഇതിൻ്റെ സുരേഷ് ഗോപിയുടെ കോൺട്രിബ്യൂഷൻ എന്തുവാണ്? ബേസിക്കലി സുരേഷ് ഗോപിയുടെ കോൺട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 0 ആണ്. മത്സരം ഈ സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തി നമ്മൾ കഴിഞ്ഞ ഒരു വർഷക്കാലത്തെ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം ഈ മണ്ഡലത്തിൽ എത്ര ദിവസം ഉണ്ടായിരുന്നു എന്ന് തന്നെ വളരെ ആശ്ചര്യം ജനിപ്പിക്കുന്ന ചില കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഇവിടെ വെട്ടാനും ഇവിടെ ഇപ്പൊ ഈ പഞ്ചായത്ത് ഇലക്ഷന്റെ മുന്നോടിയായിട്ട് കുറച്ച് സമയം അദ്ദേഹം തൃശ്ശൂർ ഈ ലോക്സഭാ മണ്ഡലത്തിൽ യാത്ര ചെയ്തു, കുറച്ച് കലുങ്ക് സഭകൾ നടത്തി. അത് കഴിച്ചാൽ അദ്ദേഹത്തിന്റെ പ്രസൻസ് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെ പറയണം. ഓക്കെ, ഏത് രീതിയിൽ കാണുന്നു പാലക്കാട്? പാലക്കാട് ഇപ്പോ സംഭവിച്ചിരിക്കുന്നത്, പാലക്കാട് അവിടെ ഇന്റേണൽ BJP-യുടെ പ്രശ്നങ്ങളാണ്. പാലക്കാട് ഇപ്പോഴത്തെ BJP-യുടെ ഒരു വോട്ട് ഷെയറിനും കുറവ് സംഭവിച്ചിട്ടുള്ളതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ പാർട്ടിയുടെ ഉള്ളിലുള്ള ചില ഇന്റേണൽ പ്രശ്നങ്ങളാണ് പാലക്കാട് BJP-നെ ഇപ്പോ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയൊരു സംഭവം. അപ്പൊ അതായത് ടോട്ടാലിറ്റി നമ്മൾ നോക്കുകയാണ്, പാലക്കാട് പോലും ഒരു ജില്ലാ പഞ്ചായത്ത് അവർക്ക് ജയിക്കാൻ സാധിച്ചിട്ടില്ല. ജില്ലാ ഡിവിഷൻ പാലക്കാട് പോലും ഒരു ജില്ലാ പഞ്ചായത്ത് പോലും ജയിക്കാൻ സാധിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇത്രമാത്രം ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം, പൊളിറ്റിക്കൽ ഗെയിൻ, രാഷ്ട്രീയമായിട്ട് BJP-ക്ക് വോട്ട് ചെയ്യാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറല്ല എന്നതല്ലേ ജില്ലാ പഞ്ചായത്തിൽ ഒരു സീറ്റ് പോലും കിട്ടിയില്ല എന്നത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സത്യം അത് തന്നെയാണ്. മധുചേരൻ പറഞ്ഞത് തന്നെയാണ് അതിന്റെ വാസ്തവം. പൊളിറ്റിക്കലി അല്ല, ഇവിടെ BJP-ക്ക് കിട്ടിയിട്ടുള്ള വോട്ടുകൾ പേഴ്സണൽ ആയിട്ടുള്ള വോട്ടുകളാണ് BJP-നെ ഇപ്പോ ഇന്ന് ഈ നിലയിലേക്ക് എത്തിച്ചിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.